എന്തിനാണ് ഈ വിവാദങ്ങൾക്ക് കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്? യഥാർത്ഥത്തിൽ ഈ സമുദായം അന്നും ഇന്നും എന്നും പ്രതിക്കൂട്ടിലാണ്. നമ്മൾ തന്നെയാണ് ഇതിന് കുറ്റക്കാർ. കാരണം അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ അടക്കം പരസ്യമായി പറയുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നതാകുന്ന 150ഓളം വിദ്യാർത്ഥിനികളിൽ ഈ പറയുന്നതാകുന്ന രക്ഷകർത്താവിനും ആ കുട്ടിക്കും മാത്രമാണ് തലയിലെ ഷാലിടുന്നതിനെ ചൊല്ലി പ്രശ്നമുള്ളൂ. ബാക്കിയുള്ളതാകുന്ന കുട്ടികൾക്ക് ആർക്കൊരു പ്രശ്നമില്ല, രക്ഷകർത്താക്കൾക്ക് ഒരു വിഷയമില്ല. ശരിയല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ഇന്നും നമ്മുടെയൊക്കെ മഹല്ലത്തുകളിലും പരിസര മഹല്ലുകളിലുമൊക്കെ ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളിലൊക്കെ പോയി സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതാകുന്ന ധാരാളം വിദ്യാർത്ഥിനികളുണ്ട്. തലയിൽ യാതൊരു തുണിയില്ല, ഔറത്ത് നല്ലതുപോലെ മറയ്ക്കുന്നില്ല. വേണ്ട രീതിയിൽ മറച്ചുകൊണ്ട് തന്നെയല്ല അവർ കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നത്, പല സദസ്സുകളിലും പങ്കെടുക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട തന്നെ എത്രയോ ആളുകളുണ്ട് കല്യാണങ്ങൾക്ക് വരുമ്പോൾ വേണ്ട രീതിയിൽ തലമറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, കല്യാണത്തിന് വരുന്ന പുതിയ പെണ്ണിൻ്റെ തലയിലിട്ടിരിക്കുന്ന തലയത്തുണി അവരുടേതാകുന്ന മുടിയിഴകൾ കൃത്യമായി കാണുന്ന നിലയ്ക്കുള്ള തട്ടമാണ് ധരിച്ചിരിക്കുന്നത്. അവർക്ക് മറച്ചിട്ടില്ല. എല്ലാവരും വരുന്ന ഒരു സദസ്സാണല്ലോ നിക്കാഹിൻ്റെ സദസ്, കല്യാണ സദസ്. ആ സദസ്സിലേക്ക് തന്നെ പെണ്ണിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പം അങ്ങനെയാണല്ലോ. നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് 10 പെണ്ണുങ്ങൾ ആദ്യം തന്നെ കുരവിട്ടുകൊണ്ട് മുന്നോട്ടൊരു പാട്ടൊക്കെ പാടി തുള്ളിക്കൊണ്ടു പോയി. അതിനു മുമ്പ് ചെക്കന്മാരുടെ എല്ലാം തുള്ളൽ കഴിഞ്ഞ് ചെക്കൻ സ്റ്റേജിൽ ഇപ്പോണ്ട് പെണ്ണ് ദാ വരുന്നു, ദേ വരുന്നു, ദേ വരുന്നു, ദാ വരുന്നു. അവസാനം ഒരു വരവ് വരുന്നു. നാട്ടുകാർക്കും മുഴുവനും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എന്ന് വേണ്ട 90 കഴിഞ്ഞതാകുന്ന അപ്പൂപ്പന് വരെ എല്ലാം കാൽസറായി അടുക്കൾക്കുള്ള എല്ലാ ഐറ്റം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല ഇപ്പോൾ വരെ 3/4 ഐറ്റം ഇട്ടുകൊണ്ട് നിൽക്കാൻ, യോയോ കളിച്ചുകൊണ്ട് നിൽക്കാൻ. അവസാനം പെണ്ണിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡ്രസ് കോഡാണ്. ലോകം മുഴുവൻ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ പെണ്ണിന് ഡ്രസ്സില്ല. അവളുടെ അവിടെ ഇവിടെ എല്ലാം തുറന്നു കിടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറക്കേണ്ട സർവ്വതും തുറന്നിട്ടിരിക്കുക. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് എടുത്തു കൊടുത്തു. ഈ പെണ്ണിൻ്റെ വാപ്പ, പെണ്ണിൻ്റെ കുടുംബക്കാർ, ചെറുക്കൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ. അവന്മാർക്കെല്ലാം ഡ്രസ്സുണ്ട്, കൂട്ടുകാർക്കെല്ലാം ഡ്രസ്സുണ്ട്. എല്ലാം കറുത്ത ഡ്രസ്സാണ്. ആരാണ്ട് മരിച്ചതിൻ്റെ അടയാളം പോലെ എല്ലാം കറുത്ത് ധരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് തലേ ദിവസം മഞ്ഞയായിരുന്നു, അതിന് ദിവസം പച്ചയായിരുന്നു. ഇങ്ങനെ പല കളറാണ്. ഒരു ദിവസം അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ചെക്കനും ഡ്രസ്സില്ല, പെണ്ണിനും ഡ്രസ്സില്ല. ചെക്കൻ്റെ തുടയുടെ ഭാഗമൊക്കെ കീറി കിടക്കാണ്. ഇവിടെ എല്ലാം വെളിയിലായിരിക്കാം. അല്ല, ഞാൻ വെറുതെ പറയലില്ല. ഇതെല്ലാം ഇന്നത്തെ തലമുറ. ഈ കല്യാണം കണ്ടിട്ടാണ് കൗമ്. പിന്നെ അങ്ങനെ പറയാതിരിക്കും. അപ്പം നമ്മൾ അവരെ കുറ്റം പറയണ്ട. ക്രിസ്ത്യൻ മാനേജ്മെന്റിന് അവരെ കുറ്റം പറയണ്ട. നമ്മളെ തന്നെ കുറച്ച് പറയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നടത്തുന്ന വിവാഹ സദസ്സുകൾ പോലും, അത്തരത്തിലുള്ള ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകൾ പോലും നേരെ ചൊവ്വ ഔറത്ത് മറച്ചിട്ടല്ല ഈ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളുമടക്കം കടന്നു വരുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മളുടെ സ്വന്തം കാര്യം ശരിയാക്ക്. ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ഈ സദസ്സിലേക്ക് പെണ്ണ് കയറി വരുമ്പോൾ തലയിലിട്ടിരിക്കുന്ന തട്ടം, അതിൻ്റെ ഉള്ളിലൂടെ മൊഴിയിഴകൾ കൃത്യമായി കാണാം. ദഖല നിസ്വത്തുൻ അലാ ആയിഷ, ദഖല നിസ്വത്തും മിൻ ബനി തമീമിൻ അലാ ആയിഷ. തമീമ ഗോത്രത്തിലേതാകുന്ന ഏതാനും സഹോദരിമാര് ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ കാണുവാനും അവരെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കാനും അവരുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രമുഖയാക്കപ്പെട്ട വനിതയായ ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ തലയിലേക്ക് നോക്കുകയാണ്. അലൈഹിന്ന ഖിമാറുൻ റിഖാഖുൻ, നേരിയ ഒരു തലയെ തുണി മാത്രം ഇട്ടുകൊണ്ടാണ് കടന്നു വരുന്നത്. ഐഷ ബീവി അല്ലാഹു തആല പറഞ്ഞു അത്രേ, ഇൻ കുന്തുന്ന മുസ്ലിമാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം സഹോദരിമാരാണ് എങ്കിൽ ഇത് മുസ്ലിം സഹോദരിമാരുടെ വസ്ത്രവിധാനമല്ല കേട്ടോ. വഇൻ കുന്തുന്ന ഗൈറഹാ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല എങ്കിൽ വഇൻ കുന്തുന്ന ഗൈറ മുസ്ലിമാത്തിൻ ഫതമത്തഈനാ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല എങ്കിൽ, ഇസ്ലാം മതത്തിന്റെ വാഹകരല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് കോലവും കെട്ടാം. നിങ്ങൾക്ക് ഈ ദുനിയാവ് അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. നേരെ മറിച്ച് നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എങ്കിൽ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്, ഇത് മുസ്ലിം സഹോദരിമാരുടെ വസ്ത്രവിധാനമല്ല എന്ന് ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മുസ്ലിമാണോ മുസ്ലിമീങ്ങളാണോ ഇത് പറ്റൂല. ഇതാര് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്.
നമ്മളിപ്പോൾ ഇന്ന് സമദാനിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് വെച്ച് സനദ്ദാന പരിപാടിയോടൊപ്പം ആരംഭിച്ചിട്ടുള്ള ഈ മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് പറയുന്ന ഈ സദസ്സ് നിലകൊള്ളുന്നത് മുസ്ലിം സമുദായത്തിലെ ജനങ്ങളോടാണ് ഈ വിഷയം പറയുന്നത്. എൻ്റെ ഈ പ്രസംഗിനി ലൈവിലൂടെ പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട. സമുദായത്തിൻ്റെ ആളുകളോട് മാത്രമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന, പ്രവാചകന്റെ അധ്യാപനം, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അധ്യാപനം ഒക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളാണോ? മുസ്ലിം സഹോദരിമാർക്ക് ചേർന്നതല്ല കേട്ടോ ഈ നേരിയ തലേ തുണി. ആര് പറയുന്നു? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാം. മറയ്ക്കാതെ അല്ല, തലമറച്ചിട്ടുണ്ട്, പക്ഷേ ഉള്ളത് മുഴുവൻ പുറത്ത് കാണാം. ആ രീതിക്കുള്ള തലമറക്കൽ അത് ഇസ്ലാമിൽപ്പെട്ടതല്ല. മുഅ്മിനാത്തുകളാകുന്ന സഹോദരിമാരുടെ വസ്ത്രവിധാനമല്ല. മുസ്ലിമീങ്ങളല്ലേ, എന്നാ പിന്നെ ഇത് ധരിച്ചുകൊണ്ട് നടന്നോളൂ, പ്രശ്നമല്ല. നിങ്ങൾ അതുകൊണ്ട് സുഖമെടുത്തോ, ഇത് ദുന്യാവാണല്ലോ. മുസ്ലിമീങ്ങളല്ലെങ്കിൽ കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് അവർക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അദ്ദുന്യ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ കാഫിരീങ്ങളാണോ അവിശ്വാസികളാണോ ആ പ്രശ്നമൊന്നുമില്ല. റാഹത്തായിട്ട് ദുനിയാവ് സുഖം എടുക്കണ്ട. നിങ്ങൾക്ക് ഇവിടെയാണ് സ്വർഗം ഉള്ളത്, റാഹത്തായിട്ട് ഇട്ടുകൊണ്ട് കിടന്നോ, ഈ തലേ തുണിയൊക്കെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. ആ പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളുന്ന നല്ല വർത്തമാനമാണ് പറയുന്നത്, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ലല്ലോ. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയതല്ലേ ഈ വിഷയത്തിൽ. എന്നിട്ട് എന്തുകൊണ്ടത് ശ്രദ്ധിക്കുന്നില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖുൽ ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫളിന ഫുറൂജഹുൻ ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഉറപ്പെടുത്തുകയാണ്, നബിയേ തങ്ങൾ മുസ്ലിം സഹോദരിമാരോട് പറയണേ, മുസ്ലിം അംഗമാരോട് പറയണേ, ഹബീബേ യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, ഹറാമായ കാഴ്ചകളെ തൊട്ട് അന്യപുരുഷന്മാരുമായിട്ടുള്ള കാണലിനെ തൊട്ട് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കണേ, ചിമ്മണേ എന്ന് മുസ്ലിം സഹോദരിമാരോട് പറയണേ. തീർന്നില്ല. വയഹ്ഫളിന ഫുറൂജഹുന്ന, അവരുടെ ജനനേന്ദ്രിയത്തെ, ലൈംഗിക അവയവത്തെ, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. അവരുടെ വസ്ത്രവിധാനം ഒന്ന് ഗൗനിക്കണേ. വല്ലദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ തലമറച്ചിരിക്കുന്നതാകുന്ന മനോഹരമാക്കപ്പെട്ടതാകുന്ന തട്ടം കൊണ്ട് അവരുടെ നെഞ്ചുകൂടി മറച്ചുകൊള്ളട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യർഹമില്ലാഹു നിസാഅൽ മുഹാജിറാത്തുൽ വലി. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതാകുന്ന ആദ്യകാലത്തുള്ള മുസ്ലിം സഹോദരിമാർക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. എന്തേ കാരണമെന്നറിയുമോ? കാരുണ്യത്തിൻ്റെതാകുന്ന പ്രാർത്ഥന നടത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോ വല്ലദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, സ്ത്രീകൾ അവരുടെ തലമറച്ചിരിക്കുന്നതാകുന്ന തട്ടം കൊണ്ട് മാറുകൂടി മറക്കട്ടെ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങിയപ്പോ ഓടുകയാണ് സ്ത്രീകൾ ഓടുകയാണ്. ശഖഖിന മുറൂതഹുന്ന, മുഹാജിരീങ്ങളാകുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നതായ സാധുക്കളാകുന്ന ഇസ്ലാമിൻ്റെതാകുന്ന പരിപൂർണമായ കാര്യങ്ങളെ പൂർണ്ണമായി മുറുകെ പിടിച്ച് ജീവിക്കുന്ന മഹൽ വനിതകൾ വീട്ടിനുള്ളിലേക്ക് കടന്നു ചെന്ന് അവരുടേതാകുന്ന പുതപ്പ് കരിമ്പിടം വലിച്ചു കീറുകയാണ്. ശഖഖിന മുറൂതഹുന്ന ഫഖതമറന ബിഹാ, തല തുറന്നിട്ട് നടന്നിരുന്നതാകുന്ന സമൂഹമായിരുന്നു. ഖുർആനിന്റെ വചനമിറങ്ങിയപ്പോ തുണി കിട്ടാൻ വേണ്ടി ഓടിച്ചെന്ന പുതപ്പ് കീറിയിട്ടിട്ട് കരിമ്പിടം കൊണ്ട് പരിപൂർണമായി ഔറത്ത് മറച്ചുകൊണ്ട് നടന്നവരാണവരെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എത്ര ദീനാണത്, മനസ്സിലാക്കണം.
അന്ന് ഖുർആൻ ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഓടി പെരയ്ക്കുള്ളിലേക്ക് ചെന്നിട്ട് തുണിയില്ല. അപ്പൊ എന്ത് ചെയ്തു? കരിമ്പടം പുതപ്പെടുത്തിട്ട് വേഗം തന്നെ ശക്കത്തിനെ മുറൂത്തഹുന്ന, ആ പുതപ്പം കൊണ്ട് കീറിയിട്ട് ഫഹത്തമർ നബി അതുകൊണ്ട് മറച്ചു നടക്കുകയാണ്. നമ്മൾ പുതപ്പൊക്കെ മാറ്റിയിട്ട് ഏറ്റവും നേരിയ സനം വലയുണ്ടായിരുന്നു വെളിയിൽ, മീനിന്റെ വല, അതെടുത്തിട്ട് വെക്കുക തലയിലോട്ട് ഇട്ട് വെച്ചു. ബിസ്മില്ലാഹിർ അസ്സലാമു അലൈക്കും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. കൊതുക് കയറാതിരിക്കാൻ വേണ്ടി വാപ്പ വാതുക്കെ ജനലിൽ എന്ത് ചെയ്ത് നെറ്റടിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നില്ല, തലയിട്ടുകൊണ്ട് നടക്കുകയാണ്. കൊതുക് കയറണ്ട പഴയ നമ്മുടെ തലയിലോട്ട് മുടി വെച്ചുകൊണ്ട് സെറ്റാക്കുകയാണ്. അല്ലാഹു മലക്കാക്കട്ടെ. പുതിയ മണ്ണ് അതുമായിട്ടാണ് നടക്കുന്നത്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ബഹുമാനപ്പെട്ട തലവാ ഉസ്താദ്, അള്ളാഹുടത്തെ ദറജ ഉയർത്തണേ അല്ലാ. 30 കൊല്ലമായി വഫാത്തായിട്ട് അതിനും 20 കൊല്ലം മുമ്പ് എഴുതി പൂർത്തീകരിച്ച അൽമവാഹിബുൽ ജലിയയിലൂടെ, അഥവാ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന് സമ്മാനിച്ചതായ മഹനീയമായ കൃതിയിലൂടെ ഇക്കാലഘട്ടത്തിൽ നടക്കുന്ന ആഭാസങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ടവർ കറാമത്തെന്നോനെ പരിപൂർണമായതിൽ വരച്ചു വെച്ചിരിക്കുന്നു. അല്ലാ അല്ലാ, പണമുള്ള ആളുകൾ പേക്കൂത്തുകൾ കാണിക്കുകയാണ്, സ്വന്തം മക്കളുടെ കല്യാണം വരാൻ കാത്തിരിക്കുകയാണ്. നാട്ടുകാർക്കും കൂട്ടുകാർക്കും സമൂഹത്തിനും എല്ലാവർക്കും വസ്ത്രവിധാനം കൊടുത്തിട്ട് സ്വന്തം മകളുടെ കല്യാണമാണ്. മകൾക്ക് കൊടുത്ത വസ്ത്രമോ ലക്ഷങ്ങളുടെ വസ്ത്രമാണ്, പക്ഷേ ഇസ്ലാം പറഞ്ഞ വസ്ത്രമേ അല്ല. ഇസ്ലാം പറഞ്ഞ വസ്ത്രമല്ല, അതാണ് വിഷയം. നാട്ടുകാർക്കെല്ലാം വസ്ത്രം കൊടുത്ത് എല്ലാവരും പച്ച, പിറ്റേ ദിവസം മഞ്ഞ, പിറ്റേ ദിവസം ചുവപ്പ്, ലാസ്റ്റ് ദിവസം കറുപ്പ്. റാഹത്തായി. എല്ലാവരും ഇതിട്ടോണ്ടാണ് വരുന്നത്, എല്ലാം തുള്ളാനും റാഹത്താണ്. പക്ഷേ എല്ലാവർക്കും ഇട്ടുകൊടുത്തതിന് ശേഷം അവസാനം മകൾക്ക് വാങ്ങിച്ച് വലിയ കോടികളൊക്കെ ഉള്ള പൈസ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുക. കൊല്ലത്തുള്ളവന്മാർ എവിടെ പോയി വാങ്ങും? കോട്ടയത്തോട്ട് പോകും. അതെന്താ കാര്യം? ഇപ്പം അങ്ങനെ വരും. ഇപ്പോഴത്തെ ട്രെൻഡാണത്. ഇവിടെ അങ്ങ് കടയില്ലാത്ത പോലെ എവിടെ പോവാ? ഞങ്ങൾ കോട്ടയം പോവാ. എന്താ പരിപാടി? ഡ്രസ്സ് എടുക്കാമോ മോക്ക്? വെറുതെ ചുമ്മാ ഷോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് പൈസ ഇരിക്കുകയാണ്, അതെങ്ങനെയെങ്കിലും തീർക്കണം. എണ്ണ അടിച്ചെങ്കിൽ എണ്ണ അടിച്ച് ഹലാസ് പോലെ തന്നെ. കോട്ടയത്തുള്ളവനെ നോക്കുമ്പോൾ അവൻ കൊല്ലത്തിരിക്കുന്നത്. എന്താ പരിപാടി? ഇവിടെ നല്ല ഡ്രസ്സ് കിട്ടും, നല്ല സെലക്ഷൻ ഓഫ് കൊല്ലത്തവൻ്റെ. തിരുവനന്തപുരത്തുള്ളവൻ കൊല്ലത്ത് വന്നെടുക്കുന്നു, ഇവിടെ ഉള്ളവൻ അങ്ങോട്ട് പോകും. ഇത് തന്നെ പരിപാടി. ജില്ല മാറിക്കളിയാണ് ഇപ്പം നടക്കുന്നത്. ഏറ്റവും അടുത്ത പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡാണത്. അള്ളാഹു മലക്കാക്കുമാറാവട്ടെ. ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി. ഈ യാത്ര ചെയ്യുമ്പോൾ അതിന് കുറേ എണ്ണ കത്തിക്കുന്നു, അതിനിടയിൽ നിസ്കാരങ്ങൾ പോകുന്നു, ദുഹർ അസറൊക്കെ പോവാൻ. രാവിലെ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാൽ ജ്വല്ലറിക്കാരെ എന്ത് ചെയ്യും? ഒരു പൂ കൊടുക്കുന്നു. ഇപ്പം കൊടുക്കുന്നതാണ് ബലൂണ്. കടക്കാരൻ്റെ പരസ്യമായി പിള്ളേരുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി. പിള്ളേർ ഈ ബലൂൺ ഉള്ളതുകൊണ്ട് പിന്നെ വൈകുന്നേരം വരെ ഇരിക്കും. ഇടയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ വീണ്ടും ഒരു ബലൂൺ കൊടുത്തേക്കും. റാഹത്തായിട്ട് അവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളവും സ്നാക്സും, നല്ല വെള്ളവും ചായയും, നല്ല ഇതുപോലെ ഷുഗർ വന്ന പുള്ളിക്ക് നല്ല മധുരം കൂട്ടിയിട്ടൊരു ചായ. അതാകുമ്പോൾ അവിടെ തന്നെ കടന്നോളൂല്ലോ, ഇനി കുഴപ്പമില്ല, ഇൻസുലിൻ എടുത്ത്. ഇടയ്ക്കിടയ്ക്ക് ചായ കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ജ്വല്ലറി പോയാലും ടെക്സ്റ്റൈൽസിൽ പോയാലും ഒക്കെ ഇപ്പോൾ ഇത് കിട്ടും. വെറുതെ പറയാൻ എല്ലാ ഐറ്റവും ഉണ്ട്. കാരണം എന്താ? വൈകുന്നേരം വരെ അതിനകത്ത് ഇരുത്താനുള്ള പരിപാടിയാണ്. ഏതെങ്കിലും ഒരു കല്യാണ വീട്ടുകാർ ചെന്നിട്ട് വേഗം തന്നെ നേരത്തെ തന്നെ മൊബൈലിൽ നോക്കി വെച്ച സംഭവങ്ങളും കണ്ടുവച്ചിട്ടുള്ളതൊക്കെയാണ്. എന്നാലും കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു 50 എണ്ണം വലിച്ചു വാരി ഇടണം. അമ്മച്ചി അതെടുക്കുക, അമ്മച്ചി ഇതെടുക്കുക. എല്ലാ അമ്മച്ചിയും കൊണ്ട് മൊത്തം എടുപ്പിച്ച് അമ്മച്ചിക്ക് ഇത് മൊത്തം മടക്കി സുബഹി വരെ മടക്കി വെക്കാനുള്ളതായി. ഇതെല്ലാം ഇറക്കിക്കണം.
ഒന്നോ രണ്ടോ എടുത്തിട്ട് വേഗം ഇറങ്ങുന്ന പരിപാടിയില്ല. 10 മണിക്ക് കടയിൽ കയറി തന്നെ വൈകുന്നേരം വരെ ഇത് തന്നെ ഇരിക്കുക. അവസാനം എടുത്ത ഡ്രസ്സാണ്. 50 പേരെ കൊണ്ടുപോയതാണ് എടുക്കാൻ. 50 പേരുണ്ട് എടുക്കാനായിട്ട് പോയതാണ്. എല്ലാവരും കൂടി എടുത്തു വന്നത് നല്ല ഓട്ടയുള്ളത്, തുളയുള്ളത് നല്ല നോക്കിയിട്ട് എടുത്തിരിക്കുക. എന്നിട്ട് കുറ്റം പറയുകയാണ് അവിടുത്തെ സിസ്റ്ററെ കുറ്റം പറയാൻ ഇരിക്കട്ടെ, ആദ്യം നമ്മുടെ നെഞ്ചത്ത് പൊങ്കാല, അത് കഴിഞ്ഞിട്ട് ബാക്കി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറ്റേത് വേറെ പ്രവർത്തനമാണ്, അത് നമ്മൾ പറയുന്നില്ല. അത് കാലാകാലം ഉണ്ടാകും, എന്നും ഉണ്ടാകും ദീനിനെതിരെ. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിങ്ങോട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളടക്കം പല സംഘടനകൾ പരസ്യമായിട്ട് അവിടെ പള്ളിമുക്കിന് വെച്ച് വലിയ ഘോഷയാത്ര നടന്നുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടാണ് വന്നത്. വിദ്യാഭ്യാസ കരിക്കുലം പുതിയതായിട്ട് കൊണ്ടുവരികയാണ്. പരസ്യമായി തന്നെ ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തെ നയിച്ചു കൊണ്ടിരുന്നതാകുന്ന BJP-യുടേതാകുന്ന അധ്യക്ഷൻ, കുറഞ്ഞ കാലം നിന്നിരുന്ന വ്യക്തി, അദ്ദേഹം പരസ്യമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിവിടെ സവർക്കരാണ് ഇവിടെ സ്വാതന്ത്ര്യം നൽകിയതടക്കം ഞങ്ങൾ ഞങ്ങളുടെ കരിക്കുലത്തിൽ കൊണ്ടുവരും ഈ PH ശ്രീ നടപ്പിലാക്കിയതോടുകൂടി. അത് പഠിപ്പിക്കും. അത് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി, അല്ലാത്തവർ പഠിക്കണ്ടെന്ന് പരസ്യമായിട്ട് പറയുക. അത്രയേറെ വർഗീയത പുലർത്തുന്ന വർത്തമാനം പറഞ്ഞിട്ടാണ് ആ വിഷയത്തിൽ നിലകൊള്ളുന്നത്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. കാലം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാകുമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചതല്ലേ. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ആ കുട്ടിക്ക് അങ്ങനെ കൊടുത്തില്ല, ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 150 കുട്ടികളുടെ കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അവരുടെ രക്ഷിതാക്കൾ എന്തുകൊണ്ട് പരിശുദ്ധമായ ദീൻ മുറുകെ പിടിക്കുന്നില്ല? നമ്മൾ ഇന്നും മുസ്ലിം മാനേജ്മെന്റുകൾ നടക്കുന്നതാകുന്ന സ്കൂളുകളിൽ തന്നെ കൃത്യമായി നമ്മുടെ മക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നില്ല. നമ്മൾ പറയാം അവിടെ ഒന്നും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നതൊക്കെ അപ്പുറത്താണ്, അവിടെയാണ് കൂടുതൽ ഇംഗ്ലീഷ്. അവസാന സിസ്റ്ററുടെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ പഠിക്കാൻ പോകണമെന്ന് തന്നെ ഇല്ല, ആ കോലത്തിലായി. മൊത്തത്തിൽ തെറ്റ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിങ്ങനെ പറഞ്ഞ് അതിനെ പർവ്വതീകരിച്ച് അതിന് വലിയ മാറ്റുകൂട്ടി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സമുദായം. ഇത് അവിടെ മാത്രമല്ല, എറണാകുളം ജില്ല മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഉണ്ട്. ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കാൻ. പള്ളിയിൽ ഒരു മാസവരി ചോദിച്ചാൽ, മുസ്ലിം മാനേജ്മെന്റിന്റെ ഫീസ് ചോദിച്ചാൽ പറയും ഞാൻ കമ്മിറ്റിപ്പെട്ടതാണ്, ഫീസ് തരൂല, എൻ്റെ മോന് കുറച്ച് തരണം. ഒച്ചപ്പാടും വേളും. 5000 രൂപ എങ്ങനെയെങ്കിലും കുറവുണ്ടോ, കിഴിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മറ്റേത് ലക്ഷങ്ങൾ കൊടുക്കുക, ആചാറയിൽ കാശാണ്. അപ്പം ഞാൻ പറയാം, അതൊരു വേറൊരു വിഷയമാണ്. അത് എന്നും എക്കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തെ ഇകഴ്ത്തുവാനും ഇല്ലാതാക്കുവാനും അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുവാനും ന്യൂനപക്ഷ സമൂഹത്തെ അവരെ പരിപൂർണമായി അരികുവൽക്കരിക്കുവാനും പരിശ്രമിക്കുന്ന ഒരു സമൂഹം എന്നും ഉണ്ടാകും. അത് സംഘികളുണ്ടാകും, ക്രസംഗികളുണ്ടാകും, കാസാപ്രവർത്തകരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അത് വേറൊരു ഭാഗം. പക്ഷെ അവർ ചൂണ്ടിക്കാട്ടി വിഷയം വളരെയേറെ മർമ്മപ്രധാനമാണ്. അത് ഈ സമൂഹം എന്നും ചർച്ച ചെയ്യപ്പെടുക വേണം. ഞാനെന്താ പറഞ്ഞത്, ലക്ഷങ്ങൾ പൊഴിച്ചുകൊണ്ട് കല്യാണം നടത്തി നാട്ടുകാർക്കും കൂട്ടുകാർക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ വസ്ത്രവിധാനം നൽകുന്നതായ പ്രിയപ്പെട്ടതാകുന്ന രക്ഷകർത്താവ് സ്വന്തം മകളുടെ മകന്റെ കല്യാണത്തിന് അവർക്ക് കൊടുത്ത വസ്ത്രം ഇസ്ലാമികമാണോ? ജില്ലകൾ താണ്ടിയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ്. അവസാനം ഇട്ടുകൊടുത്തത് വേറൊരു കോലത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. دخلت حفصة بنت عبد الرحمن على عائشة. അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയുടെ മകൾ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹ മകളാകുന്ന ഹഫ്സയല്ല, അബ്ദുറഹ്മാൻ എന്നവരുടെ മകളാകുന്ന ഹഫ്സയാണ്. ദഖലത്ത് ഹഫ്സത്തു ബിന്തു അബ്ദുറഹ്മാൻ അലാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ വലൈഹാ ഖിമാറുൻ റഖീഖുൻ, നേരിയ ഒരു തലേ തുണിയുണ്ട്. തലയിൽ തുണിയുണ്ട്. തുണി തീരെ ഇല്ലാത്തവരുടെ വിഷയം വേറെ. ഒരു തുണി ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തമീമ ഗോത്രത്തിലെ സ്ത്രീകൾ വന്നതുപോലെ ഒരു ചെറിയ തുണി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും കയറി വന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിളിച്ചു, നമ്മളെ. എന്നിട്ട് ആ ഡ്രസ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ശക്കത്ത് ഹാ അതങ്ങോട്ട് കീറി. എന്നിട്ടോ ഫകസത്ത് ഹാ ഖിമാറൻ കഫീഫൻ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ഒരു കട്ടിയുള്ള, അല്പം കൂടി കട്ടിയുള്ള, അഥവാ ഔറത്ത് മറയുന്ന, നഗ്നത മറയുന്ന, മുടി ഔറത്താണല്ലോ, അത് മറയുന്ന നിലയ്ക്കുള്ളതാകുന്ന വസ്ത്രം ഇട്ടു കൊടുക്കുക. ഹദീസാണ്, ഇതൊക്കെ മനസ്സിലാക്കണം. കസതഹാ കസറതഹാ ഫകസതഹാ ഖിമാറൻ കസീഫാ, നല്ല കട്ടിയുള്ളതാകുന്ന ഒരു തലേ തുണി ധരിപ്പിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹഫ്സ എന്ന മകളെ പറഞ്ഞു വിട്ടു എന്ന് ഹദീസിലില്ലേ? ഹദീസിലില്ലേ? ചരിത്രമല്ലേ സഹോദരങ്ങളെ? നമ്മൾ എന്നിട്ട് പഠിക്കാതിരിക്കുന്നത് എന്താ? നമ്മളെ കട്ടിയുള്ള തുണി ഇട്ടുകൊണ്ട് നടക്കുന്ന മോളെ കാണുമ്പോൾ എന്തിനാ ഈ കുഞ്ഞിനെ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
നമ്മുടെ താത്തമാർ തന്നെ പറയുക, ഈ കുഞ്ഞിനെ ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ തലേത്തുണിയൊക്കെ ഇട്ട് കൊടുക്കും, ഇതൊക്കെ മാറ്റിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ? എന്നിട്ട് അതെല്ലാം അഴിച്ച് വെച്ചിട്ട് റാഹത്തായിട്ട് കാറ്റ് കയറാൻ വേണ്ടി എല്ലാം തുറന്നിട്ട് വെച്ചു. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവസാനം 50 കഴിഞ്ഞിട്ടും തള്ള അങ്ങനെ തന്നെയായി. ചെറുപ്പത്തിൽ നമ്മൾ ചില ശീലങ്ങൾ കൊടുക്കും. ഇത് ഔറത്താണ്, മുടിയെന്ന് പറയുന്നത് ഔറത്താണ്, അത് മറയ്ക്കണം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. അത് മറയ്ക്കലെന്ന് പറഞ്ഞാൽ അത് മറച്ചു തന്നെ പോകണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഷാഫി മദ്ഹബിൻ്റെതാകുന്ന അയിമ്മത്തുകൾ 2 അഭിപ്രായമാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. 2 അഭിപ്രായം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ വതാകുന്ന ഔറത്തിനെ പറ്റി. ഒന്ന് മഹാനാകുന്ന ഇമാം റംലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, ഒരു പെണ്ണ് അന്യപുരുഷനിൽ നിന്ന് പരിപൂർണമായി മറച്ചിരിക്കണം. തലയിലെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ ഒരു തരി പോലും പുറത്തു കാണാൻ പാടില്ല. മഹാനാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തി, പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്റെ മുമ്പാകെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയൊക്കെ മറയ്ക്കൽ നിർബന്ധമാണ്. ശരിക്കും മനസ്സിലാക്കണേ, ഈ 2 അഭിപ്രായങ്ങളും ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ്. ഈ 2 അയിമ്മത്തുകൾ ആരെ പിൻപറ്റിയാലും അവരൊക്കെയാണ്. ഷാഫി മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ ഈ 2 ഇമാമിങ്ങളിലേക്ക് ചേർത്തിട്ടാണ് മസ്അലകൾ പറയുക. ഒന്ന് മഹാനാകുന്ന റംലി ഇമാം റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവർ 2 പേരെയും ഈ മസ്അലയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. അതെങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു? ഒരാൾ പറഞ്ഞു, അന്യപുരുഷനെ തൊട്ട് ഒരു പെണ്ണ് പരിപൂർണമായി മറച്ചിരിക്കണം, മുഖവും മുൻകൈയും പൂർണ്ണമായി അതുൾപ്പെടെ മറച്ചിരിക്കണം. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഖവും മുൻകൈയും വേണ്ട, അത് നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണോ അതേപോലെ മതി. നിസ്കരിക്കാൻ അങ്ങനെയല്ലേ? അതുപോലെ ഇഹ്റാം ചെയ്താൽ ഒരു പെണ്ണ് എങ്ങനെയാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാം മറച്ചിരിക്കണം, അതേപോലെ മതി. ബാക്കിയുള്ള മുഖം മറയ്ക്കേണ്ടതില്ല, കൈ മറയ്ക്കേണ്ടതില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ സഹോദരിമാരൊക്കെ അവലംബിച്ച് വരാറുള്ളത്. അതാണ് മിക്കവരും ചിലപ്പോൾ ഉസ്താദുമാരുടെ ഭാര്യമാർ മാത്രമാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ ആലിമീങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല ഉമറാക്കളുടെ ആളുകൾ മാത്രം ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, മുഖവും മുൻകൈയും കൂടെ ഒക്കെ മറച്ചിട്ടുണ്ടാവും. മുഖവും മുൻകൈയും വെളിവാക്കിക്കൊണ്ട് നടക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു വാക്കുകൂടി പറയുന്നു, വലൗ തഹഖഖത് നളറ അജ്നബിയ്യിൻ ലഹാ വജബത് ലഹാ സിത്ര. ഒരു അന്യപുരുഷൻ തന്നിലേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ മുഖവും മുൻകൈയും വെളിവാക്കി നടക്കുന്ന ആ പെണ്ണിന് അതുകൂടി മറക്കൽ നിർബന്ധം. ശരിക്കും മനസ്സിലാക്കണം. അപ്പം ഏത് കോലത്തിലായി? ആദ്യം പറഞ്ഞ മറ്റേ അദ്ദേഹം പറഞ്ഞ അതേ രൂപത്തിലായി. കാരണം ഇന്നത്തെ കാലത്ത് അന്യപുരുഷന്മാർ നോക്കാതിരിക്കും. ഒരു പെണ്ണിങ്ങനെ വന്നു കഴിഞ്ഞാൽ, അയ്യോ അത് താത്തായിരുന്നു, നോക്കുന്നില്ല, അങ്ങനെ പോവോ, എപ്പോൾ നോക്കിയെന്ന് വെച്ചാൽ മതി, 2 കണ്ണും അങ്ങോട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചു, ഇന്നത്തെ കാലത്ത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏതായാലും നല്ലത് മുഖം കൂടി മറച്ച് നടക്കലാണ് നല്ലത്. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴുള്ള ഡ്രസ്സല്ല ഈ പറയുന്നത് കേട്ടോ. ഒരു അന്യപുരുഷൻ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു അന്യപുരുഷൻ തന്നിലേക്ക് നോക്കുമെന്ന് കണ്ടാൽ അവിടെ ഹിജാബ് പാലിക്കൽ നിർബന്ധമാണ്. ഈ ഹിജാബ് പഴയ കാലത്തുകൊണ്ട്, പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ സ്ത്രീകൾ നടക്കുമ്പോൾ അവർ മറപാലിച്ചായിരിക്കും നടക്കുന്നത് തന്നെ. മറപാലിച്ചായിരിക്കും നടക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ പരിപാടി നടക്കുകയാണ്, ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ മറ, കണ്ടില്ലേ? സ്ത്രീകൾ ആ മറയുടെ അപ്പുറത്താണുള്ളത്. സ്ത്രീകൾ പോകുമ്പോഴും അവർ പുരുഷന്മാരിങ്ങനെ പോകുന്ന അവരോട് ഇടകലരാൻ അവർ നിൽക്കൂല. പരമാവധി ഏതെങ്കിലും കടയുടെ പിന്നിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തൂണുകളുടെ മറവിലൂടെ അങ്ങനെയായിരിക്കും പാസ് ചെയ്യുക. ഒരാൾ തന്നെ കാണുന്നുണ്ടെന്ന് കണ്ടാൽ കയ്യിലൊരു കുടയുണ്ടാവും. ആ കുട കൊണ്ട് പഴയ കാലത്ത് ഉമ്മമാരിങ്ങനെ ചെരിച്ചു പിടിക്കും. എന്തിനാ? കുട കൊണ്ട് മറയാണ്, അയാളുടെ മുഖത്തൊന്നും മറഞ്ഞു പിടിച്ച് അങ്ങനെ പോകും പണ്ട് കാലത്ത്. ഒരു പക്ഷേ അവരുടെ വസ്ത്രമൊന്നും ഇന്നത്തെ പോലെ പരിപൂർണമായി പർദ്ദയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും, സാരി കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അന്യരിൽ നിന്ന് മറമായിരിക്കും. ഇങ്ങനെ കുട കൊണ്ടെങ്കിലും ചെരിച്ചു പിടിച്ചിട്ട് അവരെ തൊട്ട് മറപടിക്കും. അതൊരു ഹിജാബാണ്. ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മറയെന്നേ അർത്ഥമുള്ളൂ, പരിപൂർണമായി മറപാലിക്കുക. പിന്നെയും ഒരു മറപാലിച്ചു പോന്നിരുന്നു. ഇതല്ലാതെ തന്നെ മറപാലിച്ചു പോന്നിരുന്നു. സംസാരത്തിലുള്ള മറ. അതെങ്ങനെയാ? ഒരു അന്യപുരുഷൻ എന്നോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തൂണിൻ്റെ പിറകിൽ അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ പിന്നിൽ നിന്നിട്ട് മാറി നിന്ന് സംസാരിക്കുക. അതൊരു മറയാണ്, അതൊരു ഹിജാബാണ്. നേരിട്ട് വന്ന് അവരുടെ മുന്നിൽ വന്നിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പരസ്യമായുള്ള ഭാഷണം ഇല്ല, അതൊഴിവാക്കുന്നു. ആ മറ പാലിച്ചിരുന്നു. അത് അന്നും ഇന്നും പാലിക്കുന്നവരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതങ്ങനെ തന്നെ വേണമെന്നാണ്. ഒരന്യരാകുന്ന പുരുഷൻ നമ്മളിലേക്ക് നോക്കുന്നു എന്ന് ഉറപ്പായാൽ പരിപൂർണമായി മറപാലിക്കൽ സ്ത്രീകളുടെ മേൽ നിർബന്ധമാണ്. ഇതിൽ അയിമ്മത്തുകൾ അഭിപ്രായ വ്യത്യാസമില്ല. പരിപൂർണമായി മറപാലിച്ചിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നോക്ക്, നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞുതരാം, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ബക്കറ്റൊന്നും ഓടിക്കണം സാർ, ഒന്നുകൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു സദഖ അള്ളാഹു സ്വീകരിക്കട്ടെ.
എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. ഒരു സലാത്ത് ثبثابيت الذرى من الثرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله. جود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد جمع الجمع لرجال جال لا إله إلا الله. അല്ലാഹു ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്.